അയ്യോ പാമ്പ്. നമ്മൾ പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം പറയുന്ന ഒരു ഡയലോഗാണ് ഇത്. അല്ലാതെ അയ്യോ പാമ്പ് വരുന്നു, പാമ്പ് ഇതാ എന്ന് പറഞ്ഞ സ്നേഹത്തോടെ ആരും പറയാറില്ല അല്ലേ? പാമ്പ് എത്ര ധൈര്യശാലികളാണെങ്കിലും പാമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പാമ്പിനെ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് പേടിക്കും. അത് എന്താണെന്ന് എനിക്കും അറിയില്ല. ഞാനും അങ്ങനെ തന്നെയാണ്. ഈ പാമ്പ് ശരിക്കും പേടിക്കേണ്ട ഒരു 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 ജീവിയാണോ? നമ്മളെപ്പോലെ തന്നെ നമ്മളെക്കാളും പാവം പിടിച്ച ജീവിയാണെന്നൊക്കെയാണ് ഞാൻ വായിച്ചറിഞ്ഞിരിക്കുന്നത്. പാമ്പ് വിഷമുള്ളത് കാരണമാണ്. അത് കടിച്ചു കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കും എന്നതുകൊണ്ടാണ് നമ്മളെല്ലാവരും പാമ്പിനെ ഇത്രയധികം പേടിക്കുന്നത്. ശരിക്കും പാമ്പ് അത്ര വലിയൊരു ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ജീവിയാണോ എന്നുള്ള ഒരു അന്വേഷണം ഞാനിതാ ഇവിടെ ആരംഭിക്കുകയാണ്. വെൽക്കം ടു സാറ്റർഡേ സവാരി. ഇന്ന് സാറ്റർഡേ സവാരിയിൽ ജോയിൻ ചെയ്യുന്നു ഞാൻ സുനിൽ. എന്നോടൊപ്പം പാമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാനായിട്ട്, ഈ ഒരു പാമ്പ് ഒരു ഉപദ്രവകാരിയാണോ എന്ന് ഞാൻ എൻ്റെ അന്വേഷണം ആരംഭിക്കുന്നത് ഈ ഒരു ഗസ്റ്റിനോട് ചോദിച്ചിട്ടാണ്. സാറ്റർഡേ സവാരിയിൽ പാമ്പിനെ കുറിച്ച് പറയാനായിട്ട് ഇന്ന് എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു മുഹമ്മദ് അൻവർ, അസിസ്റ്റന്റ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം സാറ്റർഡേ സവാരിയിലേക്ക്. പാമ്പുമായി ബന്ധപ്പെട്ട എല്ലാ സംശയങ്ങൾക്കും അദ്ദേഹം ഇന്നത്തെ സാറ്റർഡേ സവാരിയിലൂടെ ഉത്തരം നൽകുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് കുറേ ഡൗട്ട്സ് ഉണ്ട്, നമുക്കത് ചോദിക്കാം. വെൽക്കം സർ. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നല്ല വിശേഷം. ടെൻഷൻ ഉണ്ടോ സാർ? ഇല്ല. ഓക്കെ. പാമ്പിനൊക്കെ പിടിക്കുന്ന ആളാണല്ലോ, ടെൻഷനൊന്നും ഉണ്ടാവില്ലല്ലേ? മനുഷ്യന്മാരെക്കാളും ഉപദ്രവകാരിയായിട്ടുള്ള ജീവിയാണോ പാമ്പ്, അതോ മനുഷ്യന്മാരെക്കാളും പാവമാണോ? മനുഷ്യന്മാര്, അതായത് ഒരു കഥയുണ്ടല്ലോ, പഴയൊരു കഥ. ഏറ്റവും അപകടകാരിയായ ജീവി ആരാണെന്ന് ചോദിക്കുമ്പോൾ ഒരു മിററിന്റെ മുന്നിൽ പോയിട്ട് അതിലേക്ക് നോക്കൂ, അതിൽ കാണുന്ന ജീവിയാണ് ഏറ്റവും അപകടകാരി. അതിനേക്കാൾ അപകടം കുറഞ്ഞ ജീവികളെ നമുക്ക് ചുറ്റുമുള്ളൂ. സത്യത്തിൽ അത്തരം ജീവികളുടെ നമുക്ക് ചുറ്റും സഹവസിക്കുന്ന ജീവികളിൽ ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുകയും അതിൻ്റെ സാന്നിധ്യം നമ്മളെ അറിയിക്കാതെ തന്നെ മറഞ്ഞിരുന്നു കൊണ്ട് ഒരുപാട് സേവനങ്ങൾ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. അതായത് പാമ്പുകൾ ഇല്ലെങ്കിൽ മനുഷ്യന് ഒരുപക്ഷെ സർവൈവൽ പോലും ഉണ്ടാവില്ല, പോസിബിൾ ആവില്ല. കഥ തന്നെ ആദ്യം പറയാം. എന്തുകൊണ്ടാണ് പാമ്പുകൾ ഇല്ലാതെ മനുഷ്യന്മാരുണ്ടാവില്ല എന്ന് പറയുന്നത്? അതായത് ഇപ്പോ എലികളുടെ എണ്ണം ക്രമാതീതമായി പെരുകുന്നത് തടയുന്ന ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ബയോളജിക്കൽ ഏജന്റാണ് പാമ്പുകൾ. എലികളെ പിടിക്കുന്ന ഒരുപാട് ജീവികളുണ്ട്. പരുന്തുകൾ, മൂങ്ങകൾ, അതുപോലെ പൂച്ച പിടിക്കും. പലതരം പാമ്പുകളും എലിയെ പിടിക്കും. അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് മാളത്തിനുള്ളിൽ ചെന്ന് എലിയെ പിടിക്കാൻ പറ്റുന്ന ജീവി പാമ്പാണ്. മറ്റു പൂച്ചയ്ക്കോ മൂങ്ങയ്ക്കോ പരുന്തിനോ ഒന്നും മാളത്തിനുള്ളിൽ കയറി എലിയെ പിടിക്കാൻ പറ്റില്ല. അപ്പൊ മാളത്തിനുള്ളിൽ എലിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും. ഒരു പാമ്പ് മാളത്തിനുള്ളിലേക്ക് എലിയുടെ പുറകിന് കയറി പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കാണുന്ന കുറെ കുഞ്ഞുങ്ങളെയൊക്കെ ചിലപ്പോൾ അത് പിടിച്ച് അത് കഴിക്കും. അപ്പൊ എലിയുടെ എണ്ണം വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്യും. എലിയുടെ എണ്ണം കൺട്രോൾ ചെയ്യുന്ന ഇത്രയും എഫക്റ്റീവായിട്ടുള്ളൊരു ബയോളജിക്കൽ ഏജന്റ് ഭൂമിയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എലികൾ വളരെ ക്രമാതീതമായി മൾട്ടിപ്ലൈ ചെയ്യും. എലികൾ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയുന്നതും അറിയാൻ പാടില്ലാത്തതുമായിട്ടുള്ള പലതരത്തിലുള്ള സാംക്രമിക രോഗങ്ങൾ പടരും. ഇപ്പൊ മുമ്പ്, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ ചില ജില്ലകൾ തന്നെ കംപ്ലീറ്റ് നാമാവശേഷമായിട്ടുണ്ട്. കംപ്ലീറ്റ് പോപ്പുലേഷൻ നശിച്ചു പോയിട്ടുണ്ട്. എലിപ്പനി, പ്ലേഗ് പോലുള്ള സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിച്ചിട്ട് യൂറോപ്യൻ ജനസംഖ്യയുടെ 1/3 വരെ ഒരു തവണ നശിച്ചു പോയിട്ടുണ്ട്, നാമാവശേഷമായി പോയിട്ടുണ്ട്. അപ്പൊ അത്രയും പ്രഹരശേഷിയുള്ള രോഗങ്ങൾ പടർത്താൻ കഴിവുള്ള ജീവികളാണ് എലികൾ. മാത്രമല്ല ക്ഷാമം ഉണ്ടാക്കാൻ കഴിയുന്ന ജീവിയാണ് എലികൾ. അതായത് നമ്മൾ ഇന്ത്യയിൽ കൃഷി ചെയ്തുണ്ടാക്കുന്ന ധാന്യങ്ങളുടെ 20% അധികവും കഴിച്ചു തീർക്കുന്ന എലികളാണ്. നമ്മൾ കൃഷി ചെയ്യുന്ന വയലുകളിൽ പക്ഷികളോടൊപ്പം എലികൾ വന്ന് ഈ ധാന്യങ്ങളൊക്കെ കഴിക്കുന്നു. അവിടെ നിർത്തുന്നില്ല. നമ്മളത് കൊയ്തെടുത്തിട്ട് നമ്മൾ ഗോഡൌണിലോ അല്ലെങ്കിൽ പത്തായപ്പുരയിലോ എത്തിച്ചു കഴിഞ്ഞാൽ അവിടെ പക്ഷികൾ വരില്ല. പക്ഷെ അത് തീരുന്നയിടം വരെ ഞങ്ങളുടെ നാട്ടിലൊരു ചൊല്ലുണ്ട്. അതായത് പത്തായത്തിൽ നെല്ലുണ്ടെങ്കിൽ എലി വയനാടിന്ന് ഓട്ടോ വിളിച്ചു വരുമെന്നോ. അത് തീരുന്നിടം വരെ എലികൾ അവിടെ ഉണ്ടാവും. ആ കൂട്ടത്തിൽ രോഗങ്ങൾ പടർത്തുകയും ചെയ്യും. അപ്പൊ ഇതിനെയൊക്കെ വളരെ എഫക്റ്റീവായിട്ട് കൺട്രോൾ ചെയ്ത് ഒരു പോപ്പുലേഷൻ ഒരു കൃത്യമായ ഒരു സന്തുലിതാവസ്ഥയിൽ നിയന്ത്രിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ നമ്മളറിയാതെ ഏറ്റവും കൂടുതൽ സേവനം നടത്തുന്ന ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ. പലതരം പാമ്പുകൾ. ഇപ്പോൾ മനസ്സിലായല്ലോ, പാമ്പ് നമ്മുടെ ശത്രുവല്ല, മിത്രമാണെന്നാണ് സാറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്തിനാണ് നമ്മൾ ഇത്രയധികം പാമ്പിനെ പേടിക്കുന്നത്? എല്ലാ പാമ്പുകളും പേടിക്കേണ്ട കാര്യമില്ല. സത്യത്തിൽ പാമ്പുകൾ വളരെ നിരുപദ്രവകാരികളായ ജീവികളാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ പ്രകൃത്യാ തന്നെ പാമ്പുകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടായിരിക്കും പ്രൈമേറ്റ്സിന് ജന്മനാ പാമ്പുകളോടൊരു ഭയമുണ്ട്. മനുഷ്യന് മാത്രമല്ല. അത് ഈ പാമ്പുകളെ പറ്റിയുള്ള എന്തെങ്കിലും കഥകൾ കേട്ടിട്ടോ അല്ലെങ്കിൽ അതിന്റെ വിഷത്തെ പറ്റി വായിച്ചിട്ടോ മനസ്സിലാക്കിയിട്ടോ ഒന്നും ആവണമെന്നില്ല. കുരങ്ങുകൾ, അതായത് ജനിച്ച ഒരു കുരങ്ങൻ കുഞ്ഞിനെ പാമ്പിനെ ഒന്നും കാണിക്കാതെ വളർത്തിയിട്ട്
പെട്ടെന്ന് ഒരു ദിവസം അതിന്റെ മുന്നിലേക്ക് ഒരു പാമ്പിനെ ഇട്ട് കൊടുക്കുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് പേടിക്കും. അത്തരത്തിൽ പരീക്ഷണങ്ങൾ നടത്തി കണ്ടെത്തിയിട്ടുണ്ട്. പ്രൈമേറ്റ്സിന് ജന്മന പാമ്പുകളോട് പേടിയുണ്ട്. അത് പാമ്പുകളുടെ സേഫ്റ്റിക്കും കൂടി വേണ്ടിയാണ്. പാമ്പുകൾ കൈയും കാലും ഇല്ലാത്ത ജീവികളാണ്. ഇപ്പൊ നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒരു വടിയെടുത്ത് തലക്കടിച്ചു കഴിഞ്ഞാൽ കൈകൊണ്ട് തടയാം. പ്രത്യാക്രമണം നടത്താൻ നമുക്ക് കൈയും കാലും ഉണ്ട്. പാമ്പിനാണെങ്കിൽ തലയ്ക്കൊരാൾ വടിയെടുത്ത് അടിച്ചു കഴിഞ്ഞാൽ തടയാൻ കയ്യും കാലും ഇല്ല, പ്രതികരിക്കാൻ കയ്യും കാലും ഇല്ല, പ്രത്യാക്രമണം നടത്താൻ കയ്യും കാലും ഇല്ല. അതിന് വായ കൊണ്ട് മാത്രമേ പ്രത്യാക്രമണം നടത്താൻ പറ്റുള്ളൂ. അതായത് കടിക്കാൻ മാത്രമേ പറ്റുള്ളൂ. ഒന്ന് നിലവിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ മിണ്ടാപ്രാണികളെന്ന് പറയത്തില്ലേ. ഇപ്പൊ വീട്ടിൽ പശുവോ ആടോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊരു മിണ്ടാപ്രാണിയെ, അതിനെ ഉപദ്രവിക്കരുത്, ബുദ്ധിമുട്ടിക്കരുത്, പട്ടിണി കിടരുത് എന്നൊക്കെ പറയും. സത്യത്തിൽ മിണ്ടാപ്രാണി ആരാണ്? ഒരു പശുവിനൊരു ഞുള്ളു കൊടുത്തു കഴിഞ്ഞാൽ അത് കരയും. ഒരു പൂച്ചയ്ക്കായാലും ഒരു നമ്മൾ വീട്ടിൽ വളർത്തുന്ന നായ്ക്കുട്ടിക്കായാലും അതിന് വേദനിച്ചാൽ കരയും. പക്ഷെ പാമ്പിനെ വട്ടം ചേർന്ന് ഒരു 10 പേര് ചേർന്ന് വടിയെടുത്ത് തല്ലിക്കൊല്ലുകയാണ്. അതിന് എത്ര വേദനിച്ചാലും അതിന് കരയാൻ പറ്റില്ല. അപ്പൊ സത്യത്തിലുള്ള ഒരു മിണ്ടാപ്രാണി എന്ന് പറയുന്നത് പാമ്പാണ്. മനുഷ്യൻ ഏറ്റവും നിസ്സഹായനായി ജനിച്ച് ഭൂമിയിലേക്ക് വീണ് സഞ്ചരിക്കാൻ തുടങ്ങുന്നത് ഇഴഞ്ഞാണ്. ഏറ്റവും ബേസിക് ആയിട്ട് ഏറ്റവും വീക്കസ്റ്റ് സഞ്ചാര രീതി എന്ന് പറയുന്നത് ഇഴഞ്ഞിട്ടാണ്. അവസാനം ഒരു 95-100 വയസ്സായിട്ട് തീരെ നിവൃത്തിയില്ലാതായി വീണ്ടും വളരെ വീക്കായി കഴിഞ്ഞാൽ വീണ്ടും ചിലപ്പോൾ ഇഴയുമായിരിക്കും. ഇതിനിടയിൽ മനുഷ്യൻ ഒരുപാട് ഓടിച്ചാടി നടക്കുകയും അതൊക്കെ കാണിക്കും. പാമ്പുകൾ ജനിച്ച അന്ന് മുതൽ ഇഴഞ്ഞാണ് സഞ്ചരിക്കുക, മരണം വരെയും ഇഴഞ്ഞാണ് സഞ്ചരിക്കുക. ആഹാരത്തിന്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പാമ്പുകൾക്ക് അറിയില്ല. മനുഷ്യൻ ഏതെല്ലാം രുചിഭേദങ്ങൾ ആസ്വദിക്കുന്നു. പാമ്പുകൾക്ക് അതിന് ജീവിക്കാൻ വേണ്ടി അത് ഇരജീവികളെ പിടിക്കുന്നു, അതിനെ പൂർണ്ണമായി വിഴുങ്ങുന്നു. അതിന്റെ ടേസ്റ്റ് മനസ്സിലാവുന്നില്ല. അച്ഛനും അമ്മയും ഇല്ലാതെ ജനിക്കുന്ന ജീവികളാണ് പാമ്പുകൾ. ജന്മന അനാഥരാണ്. നമുക്ക് ചുറ്റും പരിസരത്തേക്കൊക്കെ കണ്ണോടിച്ചു കഴിഞ്ഞാൽ പക്ഷികൾ കൂടുണ്ടാക്കുന്നു, അതിനകത്ത് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു. പക്ഷികൾ എത്ര കരുതലോടുകൂടി ആ കുഞ്ഞുങ്ങൾക്ക് പലതരത്തിലുള്ള ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നു, കെയർ ചെയ്യുന്നു, പറക്കാൻ പഠിപ്പിക്കുന്നു, ഭക്ഷണം തേടാൻ പഠിപ്പിക്കുന്നു. പൂച്ച അതിൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്നു. മത്സ്യങ്ങൾ അതിൻ്റെ വായയ്ക്കുള്ളിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് കിടക്കുന്നു. ചിലപ്പോൾ അമ്മ മത്സ്യത്തിന് ആഴ്ചകളോളം ഭക്ഷണം കഴിക്കാൻ പോലും പറ്റത്തില്ല, പലതരം മത്സ്യങ്ങളും. അപ്പോൾ ഇതെല്ലാം പാരന്റൽ കെയർ ആണ്. നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ എത്രത്തോളം സ്നേഹത്തോടുകൂടി കെയർ ചെയ്യുന്നു. പക്ഷേ പാമ്പുകൾ ഏതെങ്കിലും അമ്മ പാമ്പും കുഞ്ഞുങ്ങളുമായിട്ട് നടക്കുന്ന കണ്ടിട്ടുണ്ടോ? പാമ്പ് മുട്ടയിടും, പോവും. മുട്ടയിടുന്ന പാമ്പാണെങ്കിൽ, പ്രസവിക്കുന്ന പാമ്പാണെങ്കിൽ പ്രസവിക്കും, അമ്മയുടെ വഴിക്ക് പോവും. ഡേ 1 മുതൽ കുഞ്ഞുങ്ങളുടെ നിലയ്ക്ക് ജീവിക്കുകയാണ്, അനാഥരാണ്. അവരെ സഹായിക്കാനോ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനോ പഠിപ്പിക്കാനോ ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ സർവൈവൽ സ്കിൽസ് ഉള്ളൊരു കാറ്റഗറിയാണ് പാമ്പുകൾ. അതായത് ജനിച്ച അന്ന് മുതൽ ഇപ്പോൾ അണ്ണാൻ കുഞ്ഞിനെ അമ്മ മരം കയറാൻ പഠിപ്പിക്കണം, താറാവിൻ്റെ കുഞ്ഞിനെ അതിൻ്റെ അമ്മ നീന്താൻ പഠിപ്പിക്കണം, പക്ഷിക്കുഞ്ഞിനെ അതിൻ്റെ അമ്മ പറക്കാൻ പഠിപ്പിക്കണം, പൂച്ചയുടെ കുഞ്ഞ് അല്ലെങ്കിൽ ടൈഗറിൻ്റെ കുഞ്ഞിനെയൊക്കെ അതിൻ്റെ അമ്മമാർ ഇര തേടാൻ പഠിപ്പിക്കണം. പാമ്പും കുഞ്ഞിനെ ആരും പഠിപ്പിക്കുന്നില്ല. അത് ജനിച്ച അന്ന് മുതൽ അത് ഒരു ജീവിയെ പിടികൂടുന്നു, കഴിക്കുന്നു, അങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചു പോകുന്നു. അപ്പം ഇത്തരത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് ഒരുപാട് പാമ്പുകളുണ്ടാവും, നമ്മൾ അറിയുന്നില്ല. അതായത് നമ്മുടെ പരിസരത്ത് അതിൻ്റെ സാന്നിധ്യം നമ്മളെ അറിയിക്കാതെ ജീവിക്കാൻ കഴിവുള്ള ഒരു പ്രത്യേക കാറ്റഗറിയാണ് പാമ്പുകൾ. അതോടുകൂടി അത് നമ്മുടെ പരിസരത്തെ വളരെയധികം ആരോഗ്യകരമായി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്, വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ആ എക്കോളജിക്കൽ ബാലൻസ് നിലനിർത്തുന്നതിന് വേണ്ടി വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. ഒരു നെഗറ്റീവ് അല്ലെങ്കിൽ അൺവാണ്ടഡ് എന്തെങ്കിലും കമ്പോണൻസ് ഒരു പരിധിയിൽ കൂടുതൽ കൂടാതെ, ഉദാഹരണത്തിന് എലികൾ, കാട്ടുപന്നികൾ ഇപ്പോൾ നാട്ടിൻപുറത്തൊക്കെ ധാരാളമുണ്ട്, കൃഷിയിടങ്ങളിലൊക്കെ ധാരാളമുണ്ട്. ശരിക്കും കാട്ടുപന്നികളുടെ എണ്ണം വളരെ എഫക്റ്റീവായിട്ട് നിയന്ത്രിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിക്കൽ ഏജന്റ് ആരാണ്? മലമ്പാമ്പാണ്. കാരണം കാട്ടുപന്നിയുടെ കുഞ്ഞുങ്ങളൊക്കെ ഈ ബറോസിലാണ് ഉണ്ടാവുക. അതിനുള്ളിൽ 10-15 കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും ഒരു പ്രസവത്തിൽ. കാണാൻ നല്ല ഭംഗിയാണ്, അണ്ണാനെ പോലെ ദേഹത്ത് വരകളൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള ബ്രൗൺ കളറിലുള്ള കുഞ്ഞുങ്ങൾ. ആ മാളത്തിനകത്തേക്ക് കയറിപ്പോയിട്ട് 5-10 കുഞ്ഞുങ്ങളെ ഒറ്റയടിക്ക് ചാപ്പിടുന്ന ആളാണ് മലമ്പാമ്പ്. അപ്പോൾ ആ ഒരു പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിയന്ത്രിച്ച് നിലനിർത്തി കൊണ്ടുപോകുന്നതിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കാറ്റഗറിയാണ് പാമ്പുകൾ എന്ന് പറയുന്നത്. ശരിക്കും നമ്മളെ ഒത്തിരി സഹായിക്കുന്ന ഒരു ജീവിയാണ്. ഇതൊക്കെ കേട്ടപ്പോൾ പാമ്പിനോട് സ്നേഹവും സഹതാപവും തോന്നുന്നു.